എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചായക്ക് കടിയായിട്ട് പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ള മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദ മാവ് നമ്മൾ എത്ര ഗ്രാം എടുക്കുന്നുണ്ടോ അതിൻ്റെ നേര് പകുതി അരിമാവ്, അല്ലാന്നുണ്ടെങ്കിൽ 1/3 അരിമാവ് എടുക്കുക. ഞാനൊരു 150 ഗ്രാം മൈദ മാവ് എടുത്തു. ഒരു 75 ഗ്രാം അരിമാവ്. നമുക്ക് കളറ് ചേർക്കുന്നില്ല, ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി നിറത്തിന് വേണ്ടിയിട്ട്. ഒരു 1/4 സ്പൂണിനും പകുതി മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഉപ്പിട്ടു. ഉപ്പ് എടുക്കുന്ന മാവിൻ്റെ അളവിനനുസരിച്ചിടുക. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പഴംപൊരി നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ പഞ്ചസാര കൂടെ ഈ മാവിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ സ്പൂണിന് 1 സ്പൂൺ പഞ്ചസാര ഇട്ടു. നിറം മാത്രമല്ല, പഴംപൊരിക്ക് ഒരല്പം മധുരം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. നമ്മൾ പഴംപൊരിക്കുള്ള മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. സോഡാപ്പൊടിയോ കളറോ ഒന്നും ചേർത്തിട്ടില്ല. ഇത് നമുക്ക് ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചിട്ട് നമുക്ക് പഴംപൊരി ഇടാം. ആവശ്യമില്ലാത്ത ഫുഡ് കളറോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാവൊന്ന് പുളിച്ചതിന് ശേഷം പഴംപൊരി ഉണ്ടാക്കാം. മാവ് മിക്സ് ചെയ്ത് വെച്ചിനി ഞാൻ ചെറിയ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 600 വെളിച്ചെണ്ണ നമ്മളൊഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. വെട്ടിത്തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് ചെറുതായിട്ട് സ്ലൈസാക്കി എടുക്കണം. ചെറിയ പഴമാണ്, അതുകൊണ്ട് ഞാൻ 4 പീസാക്കി എടുത്തു. ഓരോന്നായിട്ട് മാവിലോട്ട് മുക്കിയിട്ട് എണ്ണയിലോട്ടിടാം. അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് ഇട്ടു. ഇനി ഒരു പ്രാവശ്യം കൂടെ ഇടേണ്ട കായ ബാക്കിയുണ്ട്. നമുക്ക് അതിനെ കോരി എടുത്തിട്ട് ബാക്കി കൂടെ ഇടാം. അപ്പോൾ നമ്മൾ പഴംപൊരി ഒരു സൈഡ് ഏകദേശം മരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത് ഇട്ട പഴംപൊരിയും മരിഞ്ഞ് വന്നു. അതിനെ കൂടെ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. നല്ല നിറമുണ്ട്. സോഡാപ്പൊടി ഇടാതെ തന്നെ പൊള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും പഴംപൊരി ഇടുമ്പോൾ സോഡാപ്പൊടിയും കളറും ഒന്നും ചേർക്കാതെ ഇതുപോലെ നാച്ചുറലായിട്ട് പഴംപൊരി ഉണ്ടാക്കുക. കണ്ടില്ലേ, പഴംപൊരി നല്ല സെറ്റപ്പായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എക്സ്ട്രാ ഫ്ലേവർ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് പഴംപൊരി നന്നായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.